ഇല്ല, അപ്പോൾ നമ്മൾ ആലപ്പുഴയിലെ 2 കുട്ടി കർഷകരെ പറ്റിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അതികഠിനമായ ചൂടിനെ തരണം ചെയ്ത് വീടിന്റെ മട്ടുപ്പാവിൽ ജൈവ കൃഷി കൊണ്ട് തണലൊരുക്കുകയാണ് ആലപ്പുഴ വട്ടയാൾ സ്വദേശിയായ 6ാം ക്ലാസ്സുകാരി ഹരീദ ഫിറോസും അനുജത്തി 3ാം ക്ലാസ്സുകാരി ഫാദിയ ഫിറോസും. വിഷരഹിത പച്ചക്കറി എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കൊച്ചുമിടുക്കികൾ കൃഷി ആരംഭിച്ചത്. 3 വർഷമായി മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്ന ഇവരുടെ കൃഷിത്തോട്ടം ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് കഴിഞ്ഞ ദിവസം സന്ദർശിക്കാനെത്തിയിരുന്നു. ചിട്ടയായി ഒരുക്കിയ ഒരു മട്ടുപ്പാവിൽ 2 കുട്ടി കർഷകരുടെ കൃഷിത്തോട്ടമാണിത്. ഒരു അടുക്കളയിലേക്ക് വേണ്ട എല്ലാ ഇനങ്ങളും ഒരു കുടക്കീഴിലാക്കുകയാണ് 2 സഹോദരിമാർ. എന്റെ കൃഷിത്തോട്ടം എന്റെ അഭിമാനം. പുത്തൻ തലമുറയിൽ ഫരീദയും ഫാദിയയും ഉയർത്തുന്ന മുദ്രാവാക്യം അതാണ്. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ ഫരീദയും ഫാദിയയും ആദ്യം ഓടിക്കയറുന്നത് മട്ടുപ്പാവിലെ തങ്ങളുടെ കൃഷിത്തോട്ടത്തിലേക്കാണ്. ചെടികളാണ് അവരുടെ ചങ്ങാതിമാർ. ഇലകളിലെത്തുന്ന പുഴുക്കളെ തുരത്തുന്നതും കേറാൻ ബുദ്ധിമുട്ടുന്ന പുതുവള്ളികളെ ഉയരങ്ങളിലേക്ക് നട്ടു വളർത്തുന്നതും ചെടികളെ നനയ്ക്കുന്നതുമെല്ലാം ഇരുവരും ചേർന്ന് തന്നെ. രാവിലെ എഴുന്നേൽക്കുമ്പോഴും വാപ്പച്ചി ഇവിടെ ഈ മേളിൽ വന്നിരുന്ന് ചെയ്യുന്നതാണ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ തൊട്ട് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, വാപ്പച്ചിയെ പോലെ ഞങ്ങളും വലുതാകുമ്പോൾ ഇതേപോലെ ചെയ്യണമെന്ന് ഒരാഗ്രഹം തോന്നി മനസ്സിൽ. ഈ കൃഷിയിലൂടെ ഞങ്ങൾക്ക് കുറേ ആദരവ് കിട്ടുന്നുണ്ട്. അതിലൂടെ ഈ ക്യാഷായിട്ട് അവാർഡൊക്കെ കിട്ടി. അത് ഞാൻ വാപ്പച്ചിയും ഞങ്ങളും കൂട്ടി വെച്ചിട്ടുണ്ട് ഇതിനെപ്പോലെ വിമാനത്തിൽ കയറാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ആഗ്രഹം ഈ വെക്കേഷനുള്ളിൽ വിമാനത്തിൽ കയറാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട്. ഇവിടെ ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളത് സ്വീറ്റ് കോണും ക്യാബേജും കോളിഫ്ലവറുമാണ്. പിന്നെ തക്കാളി, പച്ചമുളക്, പയർ, പടവളം, പാവയ്ക്ക, അങ്ങനെ പല സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇഷ്ടപ്പെട്ട് വന്നതാണോ അതോ ഇഷ്ടപ്പെട്ട് വന്നയാ. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ വെള്ളം ഒഴിച്ച് നോക്കിയിട്ടൊക്കെ പോവും. പിന്നെ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ വെള്ളം ഒഴിച്ച് ചെടികളൊക്കെ നോക്കി ട്യൂഷന് പോകും. പിതാവ് ഫിറോസ് അഹമ്മദിന്റെ പ്രേരണയിലാണ് ആദ്യം കൃഷി തുടങ്ങിയതെങ്കിലും പിന്നീട് ഇരുവർക്കും അതൊരു ശീലമായി മാറി. കഴിഞ്ഞ 15 വർഷമായിട്ട് ജൈവ കൃഷി ചെയ്യുകയും സ്വയം ചെയ്യുകയും മറ്റുള്ളവരെ ജൈവ കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കൃഷി കണ്ടിട്ട് കുഞ്ഞുനാൾ മുതൽ തന്നെ കുട്ടികൾ അതിൽ താല്പര്യം കണ്ടുകൊണ്ട് തന്നെയാണ് അവർ കൃഷിയിലേക്ക് വന്നത്. അതുപോലെ തന്നെ ജൈവ കൃഷി നമുക്കറിയാം, ഈ ചൂടുകാലത്ത് ചൂടിനെ എല്ലാം തരണം ചെയ്തുകൊണ്ടാണ് കുട്ടികൾ ജൈവ കൃഷി ചെയ്യുന്നത്. കൃഷി കുട്ടികളുടെ സംസ്കാരമാക്കി വന്ന് അവരെല്ലാവരും ഈ ജൈവ കൃഷിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. ഒപ്പം ഇന്നത്തെ ഏറ്റവും വലിയ വിപത്തായ മദ്യം, മയക്കുമരുന്ന്, അതിനെതിരെ നിരവധി ബോധവൽക്കരണമാണ് സർക്കാർ തലത്തിലുമൊക്കെ നടത്തി വരുന്നത്. യഥാർത്ഥത്തിൽ ആ ബോധവൽക്കരണത്തോടൊപ്പം തന്നെ കുട്ടികളെ കൃഷിയാണ് എൻ്റെ ലഹരി എന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് കൃഷി എല്ലാവരെയും കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സമയം സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ തന്നെ അവർക്ക് കിട്ടുന്ന ഫ്രീ ടൈം ഒക്കെ തന്നെ അവർ ഈ കൃഷിയിൽ വിനിയോഗിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് അങ്ങനെ തന്നെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ക്യാബേജ്, കോളിഫ്ലവർ, തക്കാളി, പച്ചമുളക്, വെള്ളരി, ഉള്ളി, കാന്താരി, ചീരയടക്കം ആദ്യഘട്ട കൃഷി വിജയം കണ്ടതോടെ 2ാം ഘട്ടത്തിൽ പൂക്കളടക്കമുള്ളവയെ ഉൾപ്പെടുത്തിയുള്ള സമ്മിശ്ര കൃഷിയായിരുന്നു. ഇതും വിജയം കണ്ടതോടെ 56 ഇനം പച്ചക്കറികൾ ഉൾപ്പെടുത്തിയുള്ള 3ാം ഘട്ട കൃഷിയാണ് ഇപ്പോഴത്തേത്. ഇതിനോടകം മികച്ച കുട്ടി കർഷകർക്കുള്ള പുരസ്കാരങ്ങളും ഇരുവരെയും തേടിയെത്തി. ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് കുട്ടി കൃഷിത്തോട്ടം സന്ദർശിക്കാനുമെത്തി. ഫരീദ ഫിറോസ് ആലപ്പുഴ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയും അനുജത്തി ഫാദിയ ഫിറോസ് സെന്റ് ജോസഫ്സ് LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിപാൽ, 24 ആലപ്പുഴ. മിടുക്കികൾ എന്നല്ല, മിടുമിടുക്കികൾ എന്ന് പറയണല്ലോ അവരെ. ജില്ല ഏതാ? ഓ എന്റെ ദൈവമേ, ഞാനിപ്പോ ആലോചിക്കാറുണ്ടേ, ആലപ്പുഴക്കാർക്ക് അതിനൊരു പ്രത്യേക കഴിവുണ്ട്. കുട്ടികളും അതൊക്കെ ഇങ്ങനെ കണ്ട് ആ കുട്ടികൾ നോക്കി എത്ര ഭംഗിയായിട്ടാണ് കൃഷി നടത്തുന്നത്. കഞ്ഞിക്കുഴിയൊക്കെ ഒരുപാട് പ്രാവശ്യം ജൈവ കൃഷിയൊക്കെ സ്റ്റോർ ചെയ്യാൻ ഞാൻ പോയിട്ടുള്ളതാ. എനിക്കപ്പോൾ അത് കേൾക്കുമ്പോൾ ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ. കുട്ടികൾ, പുതുതലമുറ അതിലേക്ക് വരുന്നു എന്നുള്ളതിൽ നല്ല കാര്യം മക്കളെ.